ഒബ്വിയസ്ലി ഹെൽപ്പ് വേണ്ടി വരും PR-ന്റെ കുറച്ചൊക്കെ, അതൊരു സപ്പോർട്ട് തന്നെയാണ് അവർക്ക്. പക്ഷേ സാബുമോൻ അത്ര ഇത് ഇല്ല, സാബുമോനെ ഔട്ടാക്കാൻ സമയമായി തോന്നുന്നു. എപ്പോഴേ Aryan was a good player. I also liked him, but ഔട്ടായി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വരുമ്പോഴല്ലേ നമുക്കറിയാം പുള്ളിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ. ആര് കപ്പടിക്കുമെന്ന് വിചാരിക്കുന്നത്? അനുമോള് കൊണ്ടുപോകുന്ന തോന്നണം. ചിലപ്പോൾ സാവുമ്പോൾ വിൻ ചെയ്യുമായിരിക്കും. എനിക്ക് അനീഷ് ജയിക്കണം അല്ലെങ്കിൽ നോറ ജയിക്കണം എന്നാണ്. ബിഗ് ബോസ് ഷോ ഫൈനൽസിനോട് അടുക്കുകയാണ്. നമ്മൾക്കിപ്പം ഈ വീക്ക് ആര് ഫൈനൽ 5-ൽ എത്തും എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. എന്നിരുന്നാലും പ്രേക്ഷകരുടെ അഭിപ്രായം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിച്ചറിയാം. ചേച്ചി, ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ്? എപ്പോഴും ഉള്ളയുടെ അത്രയില്ല എങ്കിലും ലാസ്റ്റ് ഇപ്പൊ വന്നപ്പോ നല്ല സൂപ്പർ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഫൈനലിനോട് അടുപ്പിച്ച് ഇനിയിപ്പോ അടുത്ത ആഴ്ച ഫൈനൽസ് ആണ്. അപ്പൊ എങ്ങനെ പോകുന്നു കളികളൊക്കെ? എങ്ങനെ, ആരെ ഇഷ്ടപ്പെട്ട പെർഫോമർ? എനിക്ക് ഇഷ്ടപ്പെട്ടത് അനുമോളെയാണ്. അനുമോളാണ്. എന്തുകൊണ്ടാണ് അനുമോളെ ഇത്ര ഇഷ്ടം? അതിലെല്ലാം പറയുന്നുണ്ട്, കണ്ടന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ പിന്നീടും അതിന്റെ മനസ്സിനൊരു ലോലമായ മനസ്സ് പോലെയാണ് എനിക്ക് തോന്നണം. അടുക്കളയിലൊക്കെ കയറണേലും ഒക്കെ അത് നല്ല രീതിയിലാണ് ഭക്ഷണമൊക്കെ വെച്ചൊക്കെ കൊടുക്കുന്നത്. എന്തോ എനിക്ക് അതിനെ ഇഷ്ടമാണ്. കഴിഞ്ഞ ആഴ്ച അനുമോളും നിവിനുമായിട്ട് ഭയങ്കര വഴക്കായിരുന്നു. അനുമോള് ബെഡിൽ വെള്ളമൊക്കെ കോരിയെടുത്തു. അതൊക്കെ കണ്ടപ്പോ എങ്ങനെയാ, എന്താ തോന്നിയ? ദേഷ്യമാണ് തോന്നിയ. ആരോടും നെവിനെ ഇഷ്ടമാണ്. ആ ഓട്ടവും അത് ഇത് ആ മുടി 2 വശവും കെട്ടിയിട്ട് ഓടുന്നതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ചെയ്തപ്പോ ആരും വീട്ടിൽ ആരും ഇല്ലാണ്ടിരിക്കണല്ലേ, ഒറ്റക്കാവുമ്പോ മനസ്സിന് ഭയങ്കര പ്രയാസമൊക്കെ ആയിരിക്കും. അനീഷിനെ ഇഷ്ടമാണോ? അനീഷിനെ ഇഷ്ടമാണ്. എന്താണ്? ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു, പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പോ ഇന്നിപ്പോ എന്തോ ലവ് ട്രാക്കൊക്കെ അനുമോളിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ആ ഒരു കോംബോ? ഇഷ്ടമാണോ അനീഷ് അനുമോൾ എന്നുള്ളൊരു കോംബോ? കുഴപ്പമില്ല, നല്ല സ്നേഹമൊക്കെ ഉണ്ട്. അനീഷിന് അനുമോളോട് സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെ ലാലേട്ടൻ കളിയാക്കി പറഞ്ഞപ്പോ ഒന്ന് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അനുമോളെ കല്യാണം കഴിക്കണം അനീഷ് എന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ പേളിമാണി ശ്രീനിഷൊക്കെ ഒരു കോംബോ വന്നല്ലോ, അതേപോലെ ഇല്ല വരില്ല. കാഴ്ചയിലൊക്കെ ഇഷ്ടമാണ്. അത്ര. ആരാ ജയിക്ക? എനിക്ക് കറക്റ്റിന് പറഞ്ഞ അനുമോളാണെന്നാണ് എനിക്ക് തോന്നണേ. കറക്റ്റിന് അറിയില്ല. ചിലപ്പോ സെക്കൻഡ് അനുമോൾക്ക് കിട്ടുമായിരിക്കും. ഫസ്റ്റ് പാർക്ക് കിട്ടും. അനീഷാണോ ഷാനവാസാണോ എന്നറിയില്ല. അങ്ങനെയൊക്കെ മാറി വരാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നണ അനീഷ് അല്ലെങ്കിൽ അനുമോൾക്ക് ഫസ്റ്റ് കിട്ടുമെന്നാണ്. അവർ രണ്ടുപേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതായിട്ട് നിൽക്കുന്നത്. ആദില നൂറയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അതിൽ ഇച്ചിരി പറയണ മനസ്സിൽ കൊള്ളണ പോലത്തെ വർത്താനം, കള്ളി, ഓണച്ചി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ വേറെയൊക്കെ പറയുന്നുണ്ട്, വിഷമാവും. നൂറ ആ ടാസ്കിലെല്ലാത്തിനും വിജയിച്ചാർന്ന ഒരു നല്ല തൻ്റെയുള്ള ഒരു കൊച്ചിനെ പോലെ തോന്നുന്നുണ്ട്. ഇപ്പോഴും ഔട്ടായി പോയതില് ഇപ്പൊ ഔട്ടായി പോണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇച്ചിരി കൊറേ പേരുണ്ടല്ലോ. ആരാ പേര് പറയാൻ? അപ്പാനി അത് പെട്ടെന്ന് പോയി. അതെ, ബിൻസി പെട്ടെന്ന് പോയി, തുടക്കത്തിൽ തന്നെ പോയി. അങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാവരും അവനവന് അവസരം വന്നപ്പോഴല്ല പോയി. ഇച്ചിരി കൂടി നിൽക്കായിരുന്നു എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ സാബുമോൻ അത്ര ഇത് സാബുമോനെ ഔട്ടാക്കാൻ സമയമായി തോന്നുന്നു. എപ്പോഴേ അന്നേ പിന്നെ ഇപ്പോഴല്ലേ ഇച്ചിരി വർത്താനമൊക്കെ പറയാൻ തുടങ്ങിയേക്കുന്നത്. ഇപ്പോഴാണ് ഇച്ചിരി ഒച്ച തല്ലുപിടുത്തം പോലെയൊക്കെ ഇപ്പൊ തുടങ്ങിയേക്കുന്നത്. എന്തേലും പറയണം. സാബുമോനെ കഴിഞ്ഞും അർഹതയുള്ള ആൾക്കാർ ഔട്ടായി പോയി. തീർച്ചയായിട്ടും. അപ്പം നിങ്ങളുടെ ആഗ്രഹം പോലെ ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥി വിജയിക്കട്ടെ. തീർച്ചയായിട്ടും. ചേച്ചി ബിഗ് ബോസ് കാണോ? ഇടക്ക് കാണും. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ്? കുഴപ്പമില്ല. ആരെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി? അതിന്റെ പേരെന്താണ്? അനുമോളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്താ അനുമോൾ എപ്പോഴും ഇഷ്ടപ്പെടാൻ കാരണം? അനുമോള് ചെയ്യണെല്ലാം നല്ല കറക്റ്റായിട്ട് പോകണ്ടല്ലോ. ഇത് ആര് കപ്പടിക്കുമെന്നാ വിചാരിക്കുന്നത്? അനുമോള് കൊണ്ടുപോകുന്ന തോന്നണ. ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ? ഷാനവാസിന്റെ കൊള്ളായിരുന്നു. ഷാനവാസ് അല്ലേ? അതും തർക്കമില്ല. പിന്നെ എന്താണ് അനീഷിന്റെയും കൊള്ളാം. കഴിഞ്ഞ ആഴ്ച അനുമോളും നിവിനുമായിട്ട് ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു, അത് കണ്ടിരുന്നോ? ഇല്ല.
കണ്ടില്ലേ? എങ്ങനെയുണ്ട് ഇടയ്ക്ക് അനുമോളെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തും അങ്ങനെയൊക്കെ ഒരവസ്ഥ വരുന്നുണ്ട്. വരുന്നുണ്ട് ഒറ്റപ്പെടുത്തി. ആളിങ്ങനെ തെറ്റൊക്കെ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അത് തോന്നണമൊന്നുമില്ല, തെറ്റായിട്ട് തോന്നണില്ല. സത്യസന്ധമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഫൈനല് അനുമോള് കപ്പ് കിട്ടണമെന്ന് വിചാരിക്കുന്നു. വോട്ട് ചെയ്യാറുണ്ടോ? ഇല്ല, പക്ഷെ കാണൂല്ലേ? എല്ലാ വർഷവും കാണും. ശനിയാഴ്ച ഇരുന്ന് കാണും. ശനി ഞായറും. ഞായറാഴ്ച ഇരുന്ന് കാണില്ല, ശനിയാഴ്ച മാത്രം ഇരുന്ന് കാണും. ചില ബിഗ് ബോസ് ഫൈനൽസിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് പ്രതീക്ഷ? ആര് കപ്പടിക്കും? അങ്ങനെ ചോദിച്ചറിയില്ല. മേ ബി അനുമോൾ അല്ലെങ്കിൽ അനീഷ് അല്ലെങ്കിൽ നൂറ. ഇപ്പം ഫൈനൽസിലേക്ക് ഒരു 8 പേര് ഷോർട്ട് ആയിട്ടുണ്ട്. അപ്പം ഇതിൽ നിലവിൽ ഇപ്പം അർഹതയില്ല, അല്ലെങ്കിൽ ഒരാൾ പുറത്തു പോയാൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്ന ആരായിരിക്കും? സൗമോൻ എന്തുകൊണ്ടായിരിക്കും ഇത്ര നാളിങ്ങനെ പിടിച്ചു നിന്നത്? പുറത്തുള്ള വോട്ട് കൊണ്ടായിരിക്കാം. അത്രയും വോട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നത്. അത്ര ഫാൻസ് ഉണ്ടോ ആൾക്ക് പുറത്ത്? പ്രശ്നമൊന്നും അധികം ഉണ്ടാക്കണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അല്ലേ? ഓക്കെ. അനീഷ് അതുപോലെ തന്നെ അനുമോളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ട് വരാണ്. ഇന്നൊരു ലവ് ട്രാക്കിന്റെ ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട്. എങ്ങനെയാണ് ഈ കോംബോ വർക്കൗട്ട് ആവും? അറിയില്ല. സ്ട്രാറ്റജി ഈ ലാസ്റ്റ് വീക്കിൽ എന്ത് പ്ലാൻ ചെയ്യാനാ? അറിയില്ല. മേ ബി വോട്ടിന് വേണ്ടിയിട്ടായിരിക്കും. അനുമോളുടെ വോട്ടിന് വേണ്ടിയിട്ടാണോ? ആയിരിക്കും, അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അപ്പം അനുമോൾ വിൻ ചെയ്യോ അതോ അനീഷ് വിൻ ചെയ്യോ? അനുമോളിൽ എന്ത് ക്വാളിറ്റിയാ ഇഷ്ടം? എനിക്കങ്ങനെ താല്പര്യമില്ല അനുമോളോട്. പക്ഷെ കപ്പടിക്കുകയും ചെയ്യണം. അല്ല, വോട്ടിന്റെ ബേസ് നോക്കുമ്പോൾ മേ ബി അനുമോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയുണ്ട് ബിഗ് ബോസ് ഫൈനൽസിലോട്ട് അടുത്തു? എങ്ങനെയുണ്ട്? ആരുടെ പെർഫോമൻസാ കൂടുതൽ ഇഷ്ടം? അയ്യോ, ആര്യ നല്ല പ്ലെയർ ആയിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ആര്യനായിരുന്നു. ആര്യ പോയി, ഔട്ടായി പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഫൈനൽസിലുള്ള ആരെയാണ് ഏറ്റവും പ്രതീക്ഷ? ആർക്ക് കപ്പൂട്ടെന്ന് വിചാരിക്കുന്നത്? കിട്ടും, കപ്പൂട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആൾക്ക് സുഖമൊന്നുമില്ലായിരുന്നു, ടാസ്ക് ഒക്കെ ചെയ്യാനായിട്ട് പ്രശ്നമായിരുന്നു. എങ്കിലും ഷാനവാസിനെ പ്രതീക്ഷിക്കുന്നു. ഷാനവാസിന്റെ ഏത് ഗെയിം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇവിടെയോ? എനിക്ക് അത്ര ഇതായിട്ട് അറിയില്ല ചേച്ചി, സത്യമായിട്ട് അറിയത്തില്ല അത്രയും. കാണാറുണ്ട്, ബട്ട് ലൈക്ക് ഷോർട്സിൽ നമ്മൾ റീൽസിൽ കാണുന്ന അതേപോലെ. ബട്ട് ഐ തിങ്ക് ഷാനവാസ് ഈസ് എ ഗുഡ് പ്ലെയർ, സോ ഐ ഹോപ്പ് ഹി വിൻസ്. ലൈക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ഈ റീൽസ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഗെയിംസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ വരുമല്ലോ. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. കണ്ടിരിക്കാൻ തോന്നും. പിന്നെ എപ്പോഴും കാണുമെന്നിരിക്കും. പിന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ സമയമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഷോർട്സ് ഒക്കെ കണ്ടു വരുമ്പോൾ കാണാന്നുള്ളൂ. ലൈക്ക് ആര്യൻ വാസ് എ ഗുഡ് പ്ലെയർ. ഐ ഓൾസോ ലൈക്ക് ടു ഹിം, ബട്ട് ഔട്ടായി. പിന്നെ പറഞ്ഞ കാര്യമില്ല. അതെ, നിങ്ങൾ കാണുന്നുണ്ടായിരുന്നേ വോട്ട് ചെയ്തതിനെ കുറച്ചും കൂടെ നിന്നേനെ. എങ്ങനെയുണ്ട് ബിഗ് ബോസ് ഫൈനൽസിനോട് അടുത്തു? ആര് വിൻ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു? നൂറൊക്കെ കയറുമെന്നാ തോന്നുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ടിക്കറ്റ് ടു ഫിനാലെ? നൂറ് ടിക്കറ്റ് ടു ഫിനാലെ വിജയിച്ചു വന്ന ആളാണല്ലോ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഗെയിംസും കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു. നല്ല നന്നായിട്ട് കളിച്ചെല്ലാരും, കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴത്തെ നിലവിൽ ബെസ്റ്റ് പ്ലെയർ ആരാണ്? അവര് തന്നെ, ആദില നൂറ് തന്നെ. അത് കഴിഞ്ഞ ശേഷം ഇനി ഒരു ഫൈനൽ 5ലേക്ക് വരികയാണെങ്കിൽ ആദില നൂറ് കഴിഞ്ഞാൽ ആര് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്? പിന്നെ അനീഷല്ലല്ലോ. അനുമോളാണോ? അനുമോളല്ല, വേറെ 2 പേരില്ലായിരുന്നു. പിന്നുള്ളത് നിവിനുണ്ട്, അക്ബർ ഉണ്ട്, സാബു മോനുണ്ട്. സാബുമോൻ ചിലപ്പോൾ കയറുമായിരിക്കും, ഫൈനൽസിലേക്ക് വരും. സാബുമോന്റെ ഗെയിം എങ്ങനെയുണ്ട്? സാധാരണ ഒരു സൈലന്റ് ടൈപ്പാണ്, പക്ഷെ ആള് കുറെ, പക്ഷെ പുള്ളി പറയുന്നതെല്ലാം കറക്റ്റ് കാര്യങ്ങളല്ലേ, നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ വിൻ ചെയ്യാൻ സാധ്യതയുണ്ടോ അതോ ഫൈനൽ 5ലേക്ക് എത്തും എന്നുള്ളതുള്ള? ചിലപ്പോൾ സാബുമോൻ വിൻ ചെയ്യുമായിരിക്കും, നന്നായിട്ട് കളിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ബിഗ് ബോസ്? നല്ലതാണ്. ആണ്. ഫൈനൽ 5ലോട്ട് അടുക്കാൻ പോണോ? എന്താ പ്രതീക്ഷ? ആര് ജയിക്കും? എനിക്ക് അനീഷ് ജയിക്കണം, അല്ലെങ്കിൽ നോറ ജയിക്കണം എന്നുള്ളതാണ്. എങ്ങനെയുണ്ടായിരുന്നു നോറയുടെ ഫൈനലിലുള്ള ആ ടിക്കറ്റ് ടു ഫിനാലെ ഗെയിം? എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഗെയിമായിരുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഗെയിം കളിക്കാൻ. അതുകൊണ്ട് തന്നെ ഫൈനൽ 5 ഈ ആദില നൂറ കോംബോ എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാണ് അവരുടെ ആ കോംബോനെ എടുക്കുന്നത്? കോംബോ എന്ന് പറയാൻ പറ്റില്ല, ഒരു പാർട്ണർഷിപ്പിന്. എനിക്ക് പേഴ്സണലി അവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരാണ് ഹൗസിൽ. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതും അതിലേക്ക് വർക്ക് വേണ്ടിയാണ്. അപ്പോൾ അവർ വിൻ ചെയ്യുന്നു വിചാരിക്കുന്നു. ഓക്കെ. അനുമോളെ ഇഷ്ടമാണോ? അനുമോളും അനീഷും ഒരു കോംബോ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, അവർ ട്രൈ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പം എങ്ങനെയാണ് അത് വർക്കൗട്ട് ആവുമെന്ന് വിചാരിക്കുന്നോ? എനിക്ക് അങ്ങനെ തോന്നിയില്ല. ലൈക്ക് തോന്നിയാലും അത് അവരുടെ പേഴ്സണൽ കാര്യമാണല്ലോ, നല്ലതാണ്. അപ്പം അതിലേന്ന് പറയും വിജയിക്കട്ടെ. ഫൈനൽസിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് ഫൈനൽ 5ലേക്ക് ആരെത്തും? 5 ഷാനവാസ്, അനീഷ്, നൂറ. ബാക്കിയുണ്ടോ? ഇനി 2 ആളും കൂടി ഉണ്ട്. പിന്നെ അനുമോള്, പിന്നെ
പിന്നെ എനിക്ക് തോന്നുന്നു നെവിൻ ചിലപ്പം കയറാൻ ചാൻസ് ഉണ്ട്. നെവിൻ്റെ ഗെയിം ഇഷ്ടമാണോ? എന്റർടൈൻമെന്റ് ആണ്, ആ, പിന്നെ ചില സമയത്ത് ഓവറാണ്. ചില സമയങ്ങൾ ഓവർ. കഴിഞ്ഞ ആഴ്ച അനുമോളോട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ എന്താ തോന്നിയത്? കുറെ ആൾക്കാർ നെവിനെ പുറത്തു വിടണമെന്നൊക്കെ പറഞ്ഞു. അത് ശരിക്കും പുറത്തു വിടേണ്ടതാണ്. കാണാൻ വെള്ളമൊക്കെ വയ്ക്കുന്ന മോശമാണെന്ന് തോന്നുന്നു. പിന്നെ നെവിനെക്കാളും കുറച്ചുകൂടെ നല്ല പാർട്ടിസിപ്പൻസ് ഉണ്ട് അവിടെ. പക്ഷെ എന്റർടൈൻമെന്റ് തരുന്നുണ്ടോ നമുക്കറിയാം. എന്റർടൈൻമെന്റ് നെവിൻ തരുന്നു. അപ്പൊ ബാക്കിയുള്ള ഫാക്ടേഴ്സ് കൊടുക്കുന്നതിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ? ഷാനവാസ്, അനീഷ്, നൂറ. ഓക്കെ, ഷാനവാസ് കഴിഞ്ഞ ആഴ്ച ചെറിയ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് പുറത്തായിരുന്നു. നെവിൻ കാരണമാണ്. അപ്പൊ ശരിക്കും അതിൽ ആരുടെ ഭാഗത്ത് തന്നെ ആയെന്ന് തോന്നുന്നു. നെവിൻ ശരിക്കും പുഷ് ചെയ്തിരുന്നോ ഷാനവാസിനെ? പുഷ് ചെയ്തില്ല, പക്ഷെ ആ പാലെടുത്തെറിഞ്ഞ് പുള്ളിയുടെ നെഞ്ചിലല്ലേ കൊണ്ട്. അങ്ങനെ കൊണ്ടില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. കണ്ടിരുന്നോ? കൊണ്ടോ? ശരിക്കും എനിക്ക് തോന്നുന്നു കൊണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ പുള്ളി അത് അഡ്വാൻറ്റേജ് എടുത്തായിരിക്കാം. അപ്പൊ ആക്ടിങ് ആണെന്ന് പറയുന്നത് ശരിയല്ലേ? അറിയത്തില്ല, പുള്ളിക്കാണ് ഹാർട്ട് കണ്ടീഷൻ ഉള്ളത്. പുള്ളിയുടെ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഹാർട്ട് പേഷ്യന്റ് നമുക്ക് വരുമ്പോഴല്ലേ നമുക്കറിയത്തില്ല. പുള്ളിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പുള്ളി പറയുന്നത് സത്യമായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു ടിക്കറ്റ് ഫിനാലെ ഗെയിംസ് ഒക്കെ? ടിക്കറ്റ് ഫിനാലെ ഗെയിംസ് ഞാൻ ടിക്കറ്റ് ഫിനാലെ ഗെയിംസ് കണ്ടിട്ടില്ല സത്യം. പിന്നെ എങ്കിലും ഇനി ആര് വിൻ ചെയ്യും, ആരാണ് വിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്? എനിക്ക് പേഴ്സണലി ഷാനവാസാണ്. അപ്പൊ പിന്നെ അനീഷ്. ഷാനവാസ് കപ്പ് വിൻ ചെയ്യണം, അനീഷ് ഫസ്റ്റ് റണ്ണറപ്പ്. രണ്ടുപേരിൽ ആര് ജയിച്ചാലും ഹാപ്പിയാണ്. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ? എങ്ങനെയാണ്? നല്ല ജെനുവിനാന്ന് തോന്നുന്നു. പിന്നെ അറിയില്ല, നമുക്ക് മനുഷ്യന്മാരാണ്, ചിലപ്പം ഗെയിം ആവാൻ ചാൻസ് ഉണ്ട്. ചില സമയങ്ങൾ അവർ തന്നെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, പിണങ്ങും പിന്നെ കൂട്ടുവിടും, അങ്ങനെ ഒരു അവസ്ഥ. ജെനുവിൻ ആയിരുന്നെങ്കിൽ നല്ലായിരുന്നു. അങ്ങനെ പുറത്തും ആ കോംബോ പ്രതീക്ഷിക്കുന്നു അല്ലേ? അതെ. ബിഗ് ബോസ് ഫൈനൽസിനോട് അടുക്കാണ്. എന്താണ് പ്രതീക്ഷ? ആര് കപ്പടിക്കും? നൂറ ചിലപ്പോ ആയിരിക്കും, അല്ലെ അക്ബർ അങ്ങനെ വിചാരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു നൂറയുടെ ടിക്കറ്റ് ടു ഫിനാലെ ഗെയിംസ് ഒക്കെ? സൂപ്പറായി കളിച്ചു നൂറ, അടിപൊളിയായിരുന്നു. ആര്യൻ ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ ഔട്ടായി പോയി. അതല്ലാതെ നൂറ ശരിക്കും നന്നായി കളിച്ചു. ഒരു ഫൈനൽ 5 നൂറയ്ക്കൊപ്പം ആരൊക്കെ വരും എന്നാ വിചാരിക്കുന്നത്? അക്ബറിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ അറിയില്ല, അനീഷ് വരുമായിരിക്കും, ചിലപ്പോ ഷാനവാസും കൂടെ. ഗേൾസ് ചിലപ്പോൾ 3 ആളുണ്ട് ഗേൾസ്. ഇനിയിപ്പം ഇതിനോടൊപ്പം ഒരാൾ ആഡോൺ ആയി കഴിഞ്ഞാൽ ആരായിരിക്കും? ആദില, അനുമോളും സാധ്യതയുണ്ട്. ആദിലയും സ്ട്രോങ് ആണ്. ആദില ഒരു പണപ്പെട്ടി എടുത്ത് പുറത്തു പോകുമെന്ന് വിചാരിച്ചിരുന്നോ? ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ടാസ്ക് ഒക്കെ വന്നപ്പോഴത്തേക്കും വേറെ ആയിപ്പോയി. അവിടെ ഏജന്റ് പണി ബിഗ് ബോസ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പം കപ്പടിക്കുന്നുള്ള പ്രതീക്ഷ നൂറയിലേക്കാണ് ഉള്ളത് അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു നൂറയുടെയും ആദിലയുടെയും ഇതുവരെയുള്ള പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. നല്ല കണ്ടസ്റ്റൻസാ, സ്ട്രോങ് ആണ്, നന്നായി പ്രതീക്ഷിച്ചിരുന്നു അവരിവിടം വരെ എത്തും എന്നുള്ളത്? ഒരു എന്തായാലും ഒരു ഉറപ്പുണ്ടായിരുന്നു ഫസ്റ്റ് 5 ഉണ്ടാവുമെന്ന്. പിന്നെ അക്ബറും ഷാനവാസും ഒക്കെ ആയിരുന്നു. ഇതുവരെ എവിക്റ്റായി പോകണ്ടായിരുന്നു ആള് ഫൈനൽസിലേക്ക് എത്തിയ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിയ ഒരു മത്സരാർത്ഥിയായിരുന്നു? ബിന്നിയും തോന്നിയായിരുന്നു, ആര്യനും തോന്നിയായിരുന്നു. ആര്യനും നല്ല സ്ട്രോങ് ആയിട്ട് ടാസ്ക് എല്ലാം കളിക്കുമായിരുന്നു. ബിന്നി ആണെങ്കിലും അതെ. ബിന്നി ഇപ്പം പുറത്തിറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ കുറെ ആൾക്കാർ പറയുന്നത് PR-ന്റെ ബലം കൊണ്ടാണ് പലരും അവിടെ നിൽക്കുന്നതെന്നാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? PR കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റുമോ? അറിയില്ല, ഒരു ഒബ്വിയസ്ലി ഹെൽപ്പ് വേണ്ടി വരും PR-ന്റെ കുറച്ചൊക്കെ. അത് ഒരു സപ്പോർട്ട് തന്നെയാണ് അവർക്ക്, പക്ഷെ ടോട്ടലി ഡിപ്പെൻഡബിൾ ആണെന്ന് തോന്നുന്നില്ല. PR മാത്രം അല്ല ഈ തവണത്തെ വിജയം നിർണ്ണയിക്കുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടോ? ചിലപ്പം, അറിയില്ല, ഡിപ്പെൻഡ്സ് മോസ്റ്റ്ലി. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.